ഹലോ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇത്തവണത്തെ എല്ലാവരും ഒരുമിച്ചുള്ളൊരു ക്രിസ്മസ് ആഘോഷമാണ് കേട്ടോ. എൻ്റെ ചുണ്ടുവിൻ്റെ സുയോചേട്ടൻ്റെ ഞങ്ങൾ 3 പേര് ഒരുമിച്ചുള്ള ഫസ്റ്റ് സെലിബ്രേഷനാണ് ക്രിസ്മസിൻ്റെ. അതിവിടെ വന്നിട്ട് ആദ്യത്തേതാണ്. അപ്പോൾ ദേ സുയോചേട്ടൻ ബലൂണൊക്കെ നേരത്തെ വാങ്ങിച്ച് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബലൂണൊക്കെ വീടിപ്പിച്ച് കെട്ടി വയ്ക്കുകയാണ് കേട്ടോ. ബാക്കി ഡെക്കറേഷനൊക്കെ ബൾബൊക്കെ സുയോചേട്ടൻ വന്നിട്ടിടും. അപ്പോൾ ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത്. രാവിലെ തുടങ്ങി, രാവിലെ തന്നെ അല്ല, ഇന്നലെ തുടങ്ങിയുള്ള പരിപാടികളാണ്. ക്രിസ്മസിന് സുജേഷേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് ഫുഡൊക്കെ തയ്യാറാക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ്. അതൊക്കെ ഇപ്പോഴൊന്ന് ഫ്രീ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ സുജേഷേട്ടൻ വന്നു. ഇനിയിപ്പോൾ ആൾക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണം നെക്സ്റ്റ് ഇനി പരിപാടികൾ നോക്കണം. പിന്നെ കുളിക്കണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം, കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫുഡൊക്കെ കഴിച്ചിട്ട് പള്ളിയിൽ പോകാനായിട്ട്. പള്ളിയിൽ ഇന്നത്തെ കുർബാന 9 മണിക്കാണ് കേട്ടോ, മലയാളം കുർബാന. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇപ്പോൾ 9 മണിക്കുള്ളിൽ അവിടേക്ക് എത്തണം. അതിനുള്ള എല്ലാം തീരുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ സുജേട്ടൻ വന്നപ്പോൾ ഹാപ്പി ക്രിസ്മസിൻ്റെ ബോർഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് ഒരു ചുമരും ഒട്ടിക്കണം. അപ്പോൾ അതൊക്കെ തയ്യാറാക്കി വെക്കുകയാണ്. ഒരു കുഞ്ഞു ഡെക്കറേഷനാണ് കേട്ടോ. പിന്നെ ഞാൻ ബീഫൊക്കെ നേരത്തെ രാവിലെ വെച്ചു. ഇനിയിപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇനി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വെക്കാണ്ട് നാളെ സുജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണ കുട്ടി അങ്ങനെ കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നാളെ രാവിലെ ആയിട്ട് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ബീഫൊക്കെ ഒന്ന് വെച്ചു. പിന്നെ ഇങ്ങനെ ചാറ് കറി, ചിക്കൻ, വട്ടയപ്പം അതൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ നാളെ നേരത്തെ എനിക്കണം. ശരിക്കൊന്നും എന്താ ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം ഇവള് ഇടയ്ക്കിട്ട് വാശി പിടിക്കണ കാരണം. അപ്പോൾ നാളെ ഇതൊക്കെ ഉണ്ടാക്കണം. ഞാൻ കുളിച്ചിട്ടാണ് ഇനി പള്ളിയിൽ പോകാനായിട്ട്. ഒരു പണി കഴിഞ്ഞിട്ട് രാവിലെ തുടങ്ങിയതാണ് പണികൾ. അതന്നെ ഇങ്ങനെ കുളിക്കാണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇനി പള്ളിയിൽ പോയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് പള്ളിയിലെത്തി. ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. പള്ളിയുടെ ഉള്ളിൽ നിന്ന് പള്ളിയുടെ ഉള്ളൊക്കെ ഫുള്ളായിട്ട് ഞങ്ങളിപ്പോൾ റോഡിലേക്ക് കടന്നാണ് നിൽക്കണേ. റോഡിൽ നിന്നാണ് ഞങ്ങൾ കുർബാന കാണാൻ പറ്റുന്നില്ല, സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അത്ര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് പോന്നു. പിന്നെ ഇതിപ്പോൾ നെസ്റ്റോയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കയറി. ഞാൻ ഇവളെയും കൂട്ടി കാറിൽ തന്നെ ഇട്ടിരുന്നത്. അധികമൊന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. ചിക്കൻ വാങ്ങിച്ചിട്ട് ഇന്ന് തന്നെ വെക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അവൾ ഐസ്ക്രീം കൊടുത്ത് ഞാൻ കാറിലിരിക്കുകയാണ്. അങ്ങനെ ഇത് വൈകുന്നേരം വീട്ടിലൊക്കെ വന്നു. എല്ലാവരും സുജേട്ടൻ അവളൊക്കെ കിടന്ന് ഉറങ്ങി. ഞാനിത് ചിക്കൻ ഉണ്ടാക്കണം. പിന്നെ നാളത്തേക്കുള്ള വട്ടയപ്പത്തിനൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഇത് ചാറുകറി, ചെമ്മീനും മാങ്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇപ്പോൾ ചിക്കൻ റെഡിയാക്കിയിട്ട് ഇപ്പോൾ ശരിക്കും സമയം ഒരു 3 മണി 3:30 കേട്ടോ. ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടായതിൻ്റെ ഇടയ്ക്ക് കേക്ക് കഴിക്കുകയാണ്. സുജേട്ടൻ്റെ കൂട്ടുകാരൻ ഒരുക്ക വന്നിട്ടുണ്ടായപ്പോൾ ആൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാനത് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് വിശന്നിട്ട് വേണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ നേരം വെളുക്കാറായില്ല. അപ്പോഴേക്കും വിശന്ന് തുടങ്ങി എനിക്ക്. അപ്പോൾ ഞാനത് ഫുഡ് കഴിക്കുകയാണ്, കേക്ക് കഴിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിത് ചിക്കനൊക്കെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചെമ്മീനും മാങ്കറിയും റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു 4:30 4:45 ആയി. പിന്നെ ഇപ്പം അങ്ങനെ ഉറക്കം കഴിഞ്ഞു. അങ്ങനെ നേരം വെളുത്തു. ഇപ്പോൾ സമയം ഒരു 7 മണി 7:30 ആയി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച അപ്പം കലക്കി വെച്ചത് അപ്പം റെഡിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വട്ടയപ്പവും ചിക്കൻ കറിയും കൂടിയിട്ട് ചായ കുടിക്കാമെന്ന് കേട്ടോ കരുതിയത്. അങ്ങനെ വട്ടയപ്പൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ച് പോലിരിക്കുന്നുണ്ട്. ആണ് നമ്മളിത് വട്ടയപ്പൊക്കെ റെഡിയായി. നമ്മൾ കേക്ക് നമ്മുടെ അപ്പുറത്തെ റൂമുകാർ അടുത്ത ചേച്ചിയും ഞാനും കൂടി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ചുണ്ടുവിന്. അപ്പോൾ എൻ്റെ കേക്ക് കൊണ്ടുവന്നു. പിന്നെ സിജോന് ഇവിടെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ദിവസം സിജോൻ്റെ കൂട്ടുകാരെ കൊണ്ടുവന്ന് കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കുളിച്ചപ്പോൾ സമയം 2 മണിക്ക് ആയിട്ടുണ്ട്. ഞാൻ നല്ല ഉറക്കം ഉറങ്ങി രാവിലെ എണീറ്റിട്ട്. എണീറ്റിട്ട് പിന്നെ അപ്പം തന്നെ എണീറ്റു. ഒരു 4:45 ആണ് കിടന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കലായിരുന്നു. പിന്നെ ഉറങ്ങിയിട്ടില്ല. പിന്നെ 10 മണിക്ക് ആയപ്പോഴാണ് ഞാൻ കിടന്ന് ഉറങ്ങി. പിന്നെ വേറെ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞല്ലോ. പിന്നെ ചോറ് വയ്ക്കണം, കപ്പപ്പുഴുക്ക് ഉണ്ടാക്കണം. അത് മാത്രമല്ല ഇനി പണിക്കല അങ്ങനെ ആയിട്ടുള്ളൂ. വേറെ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ പുറത്ത് പോയി കഴിഞ്ഞാൽ കുളിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു എത്ര മണി 1 മണി നല്ല ഉറക്കം ഉറങ്ങി. സിജോനൊക്കെ ഒന്ന് ലീവായിരുന്നു. അപ്പോൾ പിന്നെ അത് കാരണം പിന്നെ എനിക്ക് എളുപ്പമായി. ഇവളെ നോക്കാൻ ഒരാളുണ്ടല്ലോ.
സിജോ വന്ന് പിന്നെ കുറച്ച് ഹെൽപ്പ് സിജോനെ ചെയ്യുന്നു. രാവിലെ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ടുണ്ട്, അതൊക്കെ സിജോ കൊണ്ടുവന്നിട്ടു. പിന്നെ രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകേണ്ട, അതൊക്കെ ആൾ കഴുകി വെച്ച് തോന്നുന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്ന സമയത്ത് തീരെ വയ്യായിരുന്നു, തൊണ്ടവേന ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ക്ഷീണം, മേലൊക്കെ ഭയങ്കര വേന, ഉറക്കം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ പുറത്തേക്ക് പോവാണ്, അവൾ അവിടെയാണ്, അപ്പം പുറത്തേക്ക് പോകണം. ഓ ഹാപ്പി ക്രിസ്മസ് പറ ചുണ്ടു, പറ ഹാപ്പി. കേറാനൊന്നും അറിയില്ല, ഇവന് കേറാനൊന്നും അറിയില്ല, ഇവര് കുറവില്ല എന്തായാലും. ചുണ്ട അപ്പുറത്തെ റൂമിലെ കുട്ടിയുടെ കൂടെ പുറത്തുനിന്ന് കളിക്കാൻ കേട്ടോ. അപ്പോൾ അവൻ്റെ അമ്മയും അവൻ്റെ ഭാവിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിജോനും ഞാനും കൂടി കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്നു. ഇപ്പോൾ എൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ കാരണം കപ്പപ്പുഴുക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത് കാരണം ഞാനും കുറച്ച് നേരം അവളുടെ കൂടെ വന്ന് പുറത്തൊക്കെ ഇരുന്നു. അവളാണെങ്കിൽ അവനായിട്ട് ഭയങ്കര തല്ലുപിടുത്തമായിരുന്നു കേട്ടോ. അവൾക്കൊരു കാറുണ്ട്, കാറ് സിജോൻ്റെ ഫ്രണ്ട് കൊടുത്തതാണ്. അതിന് ബാറ്ററി ഇടണം, ചെറിയ കംപ്ലൈൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം അത് ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവളെ വെച്ചിട്ടാണ് തള്ളിയത്, രണ്ടുപേരും വെച്ചിട്ടാണ് തള്ളിയത്. അപ്പം അത് കാരണം രണ്ടുപേർക്കും അതിലിരിക്കാനുള്ളൊരു വാശിയൊക്കെ ആയിരുന്നു. ഇവളാണെങ്കിൽ വിട്ട് കൊടുക്കത്തുമില്ല. അങ്ങനത്തെ സിജോചേട്ടൻ രണ്ടുപേരും വെച്ച് തള്ളാണ് കേട്ടോ. കുറേ നേരം ഇരുന്ന് തള്ളി, പിന്നെ ആൾ വയ്യാണ്ടായി. പിന്നെ ഞങ്ങൾ പതുക്കെ അവളോട് വരാനൊക്കെ പറഞ്ഞു റൂമിലോട്ട്, കാരണം എനിക്ക് ഫുഡ് വയ്ക്കണമല്ലോ. അവൾ ആദ്യം വരാൻ തയ്യാറായില്ല, പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് സിജോചേട്ടൻ പതുക്കെ എടുത്തു. പിന്നെ അവർ പുറത്തുനിന്ന് കുറച്ച് നേരം കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, അവനും അവൻ്റെ അമ്മയ്ക്ക് കേട്ടോ. ഞങ്ങൾ ഫുഡ് അടി കഴിഞ്ഞു. ഈ കപ്പ നമ്മൾ പാക്കറ്റ് കപ്പ ഉണ്ടോ വാങ്ങിച്ചേക്കണം, 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഈ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ സർലാസ് ഉണ്ടാക്കണം, പപ്പടം വറക്കണം, ചെറിയ പണികളൊക്കെ ഉണ്ട്. പിന്നെ വട്ടയൊക്കെ ഉണ്ടാക്കണം. അപ്പം നമുക്ക് കുക്കിംഗ് ആണ്. ചുണ്ടു ചുണ്ടു അവൾക്കൊരു കേക്ക് കൊടുത്തു, എന്നാലും അവൾ വീണ്ടും പുതിയ കേക്ക് തന്നെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കേക്കിൻ്റെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് അടുത്ത കേക്ക് എടുത്തു തന്നേക്കണം അപ്പോൾ ആൾ. പറഞ്ഞേ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും, ഹാപ്പി ക്രിസ്മസ്. സാവിജി മാമനെ അങ്ങനെ ഓടിയുണ്ട് വന്നേ അപ്പനായിട്ട്, അങ്ങനെ ഓടിണ്ടായിരുന്നു സായി മാമൻ. അങ്ങനെ ഇവിടുത്തെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ലൈറ്റൊക്കെ ഞങ്ങളിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചു. ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഡോർമത്തൊക്കെ തൂക്കിയിട്ടുണ്ട്, അതൊക്കെ ഇനി എടുത്ത് മാറ്റണം. മൊത്തത്തിൽ ഒന്നുകൂടി ക്ലീൻ ചെയ്യാനുണ്ട് റൂമൊക്കെ. പിന്നെ നമ്മൾ കപ്പ പൊഴിക്കാനുള്ള ഉള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ട് അടിച്ചിട്ടുണ്ട് മിക്സിയിൽ. കപ്പ അതേ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവരൊക്കെ എത്തിയിട്ടോ, സിജോൻ്റെ റൂംമേറ്റ്സും റൂംമേറ്റ്സ് അല്ല, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയും പിന്നെ അപ്പുറത്ത് തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു 5 പേര് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചുണ്ടുകൊണ്ടേ മിഠായും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ അവർ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് അടിക്ക് ഏകദേശം കഴിയാറായി. ഞങ്ങൾ പിന്നെ ലാസ്റ്റ് അവർ പോയതിനൊക്കെ ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ അവർ കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവൾക്കും പോകാനായിട്ട് വാശി പിടിക്കുന്നുണ്ട്. പിന്നെ അവർ കാറിന് പോയി. അങ്ങനെ ഞങ്ങൾ ചുണ്ടുവനും കൂട്ടി പാർക്ക് വരെ ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് പാർക്കിലേക്ക് പോകാൻ കേട്ടോ. അവൾ വാശി പിടിച്ചിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൾക്ക് അപ്പോൾ തന്നെ പാർക്കിൽ പോകണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാർക്കിൽ വന്നിരിക്കുകയാണ്. കൊച്ചിന് പറയാൻ ഞങ്ങളിപ്പോൾ ഇതേ പാർക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അവർ പോയിപ്പോൾ അവൾ പുറത്തിറങ്ങി. പിന്നെ അവൾ പുറത്തേക്ക് പോയിട്ട് ടാറ്റ പോകണം, പക്കി പോകണം എന്ന് പറഞ്ഞ് കരച്ചിലായി. അപ്പോൾ പാർക്കിലേക്ക് വന്നതാ. അതെ പിന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇന്നത്തെ ക്രിസ്മസ് ദിവസം ഇപ്പോൾ അവസാനിക്കാറായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ന്യൂ ഇയർ. ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ. ഇന്നിപ്പോൾ സിജോൻ്റെ അവരൊക്കെ വന്ന കാലം നമുക്ക് എന്താ പറയുക, തനിച്ചായി പോലെ ഒരു തോന്നിയില്ല. നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാവുമല്ലോ, വീട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ. സിജോ ഗൾഫിലായിരുന്നപ്പോൾ സിജോ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു മിക്ക ക്രിസ്മസിനൊക്കെ. അപ്പോൾ നമ്മൾ അവരും കൂടി വന്നപ്പോൾ നമ്മൾ ഇന്ന് ഹാപ്പി എല്ലാവരും ഉണ്ടായി എന്നൊരു തോന്നലൊക്കെ. നമ്മളങ്ങനെ ക്രിസ്മസൊക്കെ നമ്മൾ ഇങ്ങനെ ആഘോഷിച്ചു.
നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുമല്ലോ ചുന്തു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.